ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനൊത്ത ഒരു ചമ്മന്തി ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അതിന് ശേഷം ആ അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് കല്ലായതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് കുറച്ചടിച്ചാലും കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം മുന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചി ഇച്ചിരി ഏറെ ചേർക്കുന്നത് നല്ലതാണ്. പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ തൈരൊക്കെ ഉടയ്ക്കുന്ന പോലെ അങ്ങനത്തെ എന്തെങ്കിലും ബിസ്കോ എല്ലാം വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് നല്ലപോലെ മാവ് ഒന്ന് പതഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ, ഉടനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കണം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് കൊടുത്ത് നമുക്ക് ഇതാക്കിയെടുക്കാം, വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നുള്ളി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരിച്ചിരി കൂടെ ഒന്ന് കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ അത് ശരിക്കും വന്നോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചോ കൈ കൊണ്ട് കോരിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതുപോലെ പൊങ്ങി വരും. അടുത്ത സ്ഥലം കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ മൂപ്പിച്ച് കോരിയെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ മൂപ്പിച്ച് കോരിയെടുക്കുക. അപ്പോൾ ഞാൻ അതിനൊരു ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരിയും കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ച് എടുത്തതിന് ശേഷം കുറച്ച് നല്ല കട്ട തൈര് നമുക്കതിൽ ഒഴിച്ച് കൊടുത്ത്, നല്ല പുളിയുള്ള തൈരായിരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചമ്മന്തിയാണ് കേട്ടോ. അതും നമ്മുടെ ബോണ്ടയുടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു കട്ടൻ ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഈ സ്കൂൾ സമയത്തൊക്കെ മക്കൾക്ക് എന്നും ഓരോ പലഹാരമായിരിക്കും, എന്നും ഓരോ ഐറ്റം കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പരീക്ഷണങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ബൈ.